SK എന്തായാലും പയ്യന്നൂരും തളിപ്പറമ്പ് ഈ രണ്ട് മണ്ഡലങ്ങളുടെയും ഈ രണ്ട് മണ്ഡലങ്ങളുടെയും പ്രത്യേകത നമുക്കറിയാം. അതായത് CPM രണ്ട് മണ്ഡലങ്ങളിലും അവരുടെ രാഷ്ട്രീയ വോട്ട് കൊണ്ട് ജയിച്ചു പോരുന്ന മണ്ഡലങ്ങളാണ്. ഇത് പതിറ്റാണ്ടുകളായി LDFനെ മാത്രം പിന്തുണയ്ക്കുന്ന അവരുടെ ശക്തി ദുർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ട് മണ്ഡലങ്ങളാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലും അവർ UDFന്റെ പിന്തുണയോടെ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. CPMന്റെ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ. ഈ രണ്ട് പേരും വെവ്വേറെ വിഷയങ്ങളിൽ ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടി വിട്ട് പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിക്കുന്നതെങ്കിൽ പോലും രണ്ടുപേർക്കും പാർട്ടിക്കകത്ത് വലിയ പിന്തുണ ഉണ്ടായിരുന്നു. പ്രാദേശികമായിട്ട് വലിയ പിന്തുണ ഉണ്ടായിരുന്ന നേതാക്കളാണ്. ഇവർ ഉയർത്തിയ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് തന്നെ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വോട്ടുകൾ എങ്ങോട്ട് മറിയുമെന്നുള്ളൊരു ആശങ്ക CPMനകത്തുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വീണ്ടും ഈ രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വീണ്ടും ഉയർത്തി പുതിയ തെളിവുകളൊക്കെ പുറത്തുവിട്ടുകൊണ്ട് വീണ്ടും ഈ വിഷയം ചർച്ച നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് V കുഞ്ഞികൃഷ്ണൻ ചെയ്തത്. തളിപ്പറമ്പിലാകട്ടെ സംസ്ഥാന സെക്രട്ടറിയെ ഉന്നം വെച്ചുകൊണ്ടാണ് TK ഗോവിന്ദൻ പോയത്. ഇന്നും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിരുന്നത് ഈ സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം MV ഗോവിന്ദന്റെ മകൻ രഞ്ജിത്തിന്റെ സഹസംവിധായകനായിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ രഞ്ജിത്ത് ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പദവിയിലൊക്കെ എത്തിയത് CPMുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് MV ഗോവിന്ദന്റെ ബന്ധവുമായി ബന്ധപ്പെട്ടാണ് എന്നൊക്കെയാണ് TK ഗോവിന്ദൻ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഈ പീഡകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കൂടാതെ അദ്ദേഹം വരുന്ന സ്ഥലം മലപ്പട്ടം എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെ CPMന്റെ അതിശക്തമായ കോട്ട എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. അവിടെ ഈ UDFന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ CPM പ്രവർത്തകർ നശിപ്പിക്കുന്നു എന്നൊരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും CPMനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലും അവരുടെ വോട്ട് കുറയുന്നില്ല. LDFന്റെ വോട്ട് കുറയുന്നത് പോലും ഒരു തോൽവിക്ക് സമാനമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. അവിടെ രണ്ടിടത്തും CPMനെ സംബന്ധിച്ച് അവരുടെ ശക്തി ദുർഗങ്ങളാണ്. പ്രത്യേകിച്ച് പയ്യന്നൂർ, അവിടെ ഈ കുഞ്ഞികൃഷ്ണനാണോ CPMന് ഒരു വെല്ലുവിളി ഉയർത്തുന്നത്, അതോ തളിപ്പറമ്പിൽ TK ഗോവിന്ദനാണ്? കാരണം രണ്ടുപേരും ഉന്നയിച്ച വിഷയങ്ങൾ രണ്ടാണ്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്ന പാർട്ടിയിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ TK ഗോവിന്ദന്റെ ആരോപണം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തന്നെ എതിരെ നേരിട്ടുള്ള അറ്റാക്കാണ് TK ഗോവിന്ദൻ നടത്തിയത്. എവിടെയാണ് പാർട്ടി ആശങ്കപ്പെടുന്നത്? അങ്ങനെ ഒരു ആശങ്കയുണ്ടോ യഥാർത്ഥത്തിൽ CPMന് ഈ രണ്ട് മണ്ഡലങ്ങളിൽ? രണ്ട് മണ്ഡലങ്ങളിലും ആശങ്കയുണ്ട്. കാരണം രണ്ടും വ്യത്യസ്ത വിഷയങ്ങളാണ്. പയ്യന്നൂരിൽ ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത് അവിടുത്തെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ്. അത് നേരിട്ട് ആരോപണങ്ങൾ ചെന്നു നിൽക്കുന്നത് അവിടുത്തെ LDF സ്ഥാനാർത്ഥിക്കെതിരെയാണ്. അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്ന കാലത്ത്, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന KP മധു ഏരിയ സെക്രട്ടറി ആയിരുന്ന കാലത്തൊക്കെ നടന്ന ക്രമക്കേടുകളെ കുറിച്ചാണ് അദ്ദേഹം പുസ്തകം എഴുതിയതും ഈ പ്രചാരണം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ പാർട്ടിക്കകത്ത് പോലും ഈ വിഷയത്തിൽ സംശയങ്ങളുണ്ട്, ആശങ്കകളുണ്ട്. കാരണം അവർ പോലും ഈ യഥാർത്ഥ കണക്ക് എന്താണെന്ന് അവർക്ക് പോലും വ്യക്തതയില്ല. ഈ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഈ കണക്കെല്ലാം അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ പോലും പാർട്ടിക്കകത്ത് അവിടുത്തെ ഏരിയ കമ്മിറ്റിയിലടക്കം മണ്ഡലം കമ്മിറ്റി കൂടിയപ്പോഴടക്കം അവിടുത്തെ അംഗങ്ങൾ ഇത് ചോദ്യം ചെയ്ത് എവിടെയാണ് വരവ് ചെലവ് കണക്കുകൾ, കൃത്യമായിട്ടുള്ള കണക്കുകളെന്ന് ചോദ്യം ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്തെ പാർട്ടി അനുഭാവികളുടെ ബഹുജനങ്ങളുടെ വോട്ടൊക്കെ സ്പ്ലിറ്റായി പോകുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. തളിപ്പറമ്പിലും സമാനമായ വിഷയം തന്നെയാണ്. ഈ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവിടെ പാർട്ടിക്കകത്ത് ചെറിയ എതിർപ്പുകൾ ഉയർന്നിരുന്നു. സ്വാഭാവികമായിട്ടും ഈ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ അവിടുത്തെ പ്രാദേശികമായിട്ടും ചില നേതാക്കൾക്കൊക്കെ എതിരഭിപ്രായം ഉണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് TK ഗോവിന്ദൻ രംഗത്ത് വന്നത്. സ്വാഭാവികമായിട്ട് ഈ TK ഗോവിന്ദനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പ്രാദേശിക CPM നേതാക്കളുണ്ട്. അവിടെ LDFന്റെ CPMന്റെ ശക്തി ദുർഗങ്ങളാണ്. ഇപ്പോൾ മലപ്പട്ടം, മാന്തൂര് പോലുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ എതിരില്ലാതെ CPM ജയിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഈ വോട്ട് എങ്ങോട്ട് പോകുമെന്നുള്ള ആശങ്ക യഥാർത്ഥത്തിൽ CPM ഉണ്ട്. അത് വല്ലാതെ കുഴപ്പത്തിലുമാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.